സ്വരമായി നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയോ ആത്മാവിലയണിയായി ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. ആദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായു പോകാം പാടാം മേളം, വായു പോകാം പാടാം മേളം, നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായുയരുക നാം, തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൽ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാൻ വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. Voice of Goodness Season 3. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛാ, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ശ്രീ മനോജ് ജോർജ്, മനോജ് ഏട്ടാ സ്വാഗതം. സിസിലിയെ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഗുഡ്നസ് ബാൻഡിനെ നമുക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം ഇന്നിപ്പോ ഈ വേദിയിൽ എത്തുന്ന ആ കുഞ്ഞുമോൾ ആരാണെന്ന് നമുക്ക് നോക്കാം. KJ ആഗ്നസ്, തൃശൂർ രൂപതയിലുള്ള സേക്രഡ് ഹാർട്ട് ഷ്രൈൻ പെരിഞ്ചേരി ഇടവകാംഗമാണ് KJ ആഗ്നസ്. ഈശ്വരമായിരിക്കട്ടെ. എൻ്റെ പേര് KJ ആഗ്നസ്. തൃശ്ശൂർ അതിരൂപതയിലെ തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രമാണ് എൻ്റെ ഇടവക. ഞാൻ ഒല്ലൂരിലെ സെൻറ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കോവിഡ് കാലത്ത് സ്കൂളിലേക്ക് അയച്ച വീഡിയോകളിലൂടെയാണ് ആഗ്നസ് ഗായികയാണ് എന്ന് എല്ലാവരും അറിയാനിടയായത്. ഗുഡ്നസ് TV നടത്തിയ ഓൺലൈൻ മ്യൂസിക് പ്രോഗ്രാമിൽ സ്പെഷ്യൽ ജൂറി മെൻഷൻ ലഭിച്ചിരുന്നു. ഇത് സേക്രഡ് ഹാർട്ട് ഷ്രൈനാണ്, പെരിഞ്ചേരി തിരുഹൃദയത്തിന്റെ പള്ളിയാണ്. അപ്പൊ ഈ ഇടവകാംഗമാണ് KJ ആഗ്നസ്. KJ ആഗ്നസ് സൂപ്പറായിട്ട് പാടും. അപ്പോ ഈ കുട്ടീനെ നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കണം. ശാരീരിക വെല്ലുവിളികൾക്കിടയിലും ദൈവം കനിഞ്ഞു നൽകിയ മനഃശക്തിയും ദൈവാശ്രയ ബോധവും ആഗ്നസ് ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നു. എൻ്റെ അപ്പച്ചനിൽ നിന്നാണ് എനിക്ക് പാടാനുള്ള കഴിവ് ലഭിച്ചത്. എൻ്റെ അമ്മാമ്മയും പാടുന്ന വ്യക്തിയാണ്. സംഗീതാഭിരുചി വളർത്തിയെടുക്കാൻ ബന്ധുക്കളുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും അധ്യാപകരുടെയും പ്രോത്സാഹനമാണ് ആഗ്നസിനെ സഹായിച്ചത്. കീർത്തി ടീച്ചറാണ് എന്നെ സംഗീതം പഠിപ്പിക്കുന്നത്. എൻ്റെ ഇടവകയും സ്കൂളും അതുപോലെ തന്നെ ഞാൻ മുൻപായിരുന്ന എൻ്റെ ഇടവകകളും സ്കൂളുകളും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വികാരിച്ചമാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുമാരെയും ടീച്ചേഴ്സിനെയും കുറേ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ കൊച്ചു കലാകാരിയെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നല്ല രസമുണ്ടല്ലോ ഡ്രസ്സൊക്കെ കാണാൻ. നല്ല തിളങ്ങിയുള്ള ഡ്രസ്. ഇത് ആരാ ഡ്രസ്സൊക്കെ വാങ്ങി തന്നെ? അപ്പയും അമ്മയാണ്. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? എത്ര നാളായിട്ട്? ആണോ? കർണാട്ടിക് മ്യൂസിക് ആണോ പഠിക്കുന്നത്? ഓക്കെ. അപ്പൊ മോള് പള്ളിയിലും പാടാറുണ്ടല്ലോ? ഇടയ്ക്കാണോ പാടാറുള്ളത്? അവിടുത്തെ ക്വയറിലെ മെമ്പർ ആണോ മോള്? അല്ല, അല്ലാതെ ഇടയ്ക്ക് പള്ളിയിൽ പാടാറാണോ ഉള്ളത്? മോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പാട്ടിന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ മോൾക്ക് ഇങ്ങനെ സ്റ്റേജ് ഫെയർ ഒന്നും ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ ഇവിടുത്തെ ഈ ലൈറ്റും ബഹളവും ഒക്കെ കണ്ടപ്പോ മോൾക്ക് ഇത്തിരി ഒരു പേടി തോന്നിയോ? ഇല്ലല്ലോ.
നല്ല രസമല്ലേ കാണാൻ? ഈ ലൈറ്റും ഇവിടെയുള്ള ആൾക്കാരും ജഡ്ജസും ഓർക്കസ്ട്രയും എല്ലാവരും പാവം ആൾക്കാരല്ലേ? അപ്പൊ മോൾക്ക് ഇഷ്ടത്തോടെ പാടാൻ തോന്നുന്നില്ല ഇവിടെ വന്നപ്പോ? അങ്ങനെ ഇഷ്ടത്തോടെ പാടാൻ പോകുന്ന പാട്ട് ഏതാ? മെലഡിയാണോ? ഓക്കെ, ഇത് ആരാ മോളെ പഠിപ്പിച്ചു തന്നത്? അമ്മ. എങ്ങനെ? അമ്മയും അപ്പയും ആണോ? അവർ രണ്ടുപേരും പാടുവോ? അപ്പ പാടും. അപ്പൊ വന്നിട്ടുണ്ടോ അപ്പ ഇവിടെ? ഉണ്ട്. ഓക്കെ, അപ്പം മോൾ ഒരു മോളാണോ? പിന്നെ ഉണ്ട്. അവരും പാടുവോ? ഇല്ല. ഓക്കെ, അപ്പം ചേട്ടന്റെയും അനിയന്റെയും ഇടയിലൊരു കുഞ്ഞു പെങ്ങളാണ്. കുഞ്ഞു പെങ്ങൾ നല്ല രീതിയിൽ പാട്ടിപ്പൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പയുടെ കഴിവ് പോലെ തന്നെ മോളും നന്നായിട്ട് പാടണം കേട്ടോ. ഓക്കെ, അപ്പം വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. Voice of Goodness, Season 3. Voice of Goodness, Season 3.
ചേർന്നു പാടിയിടും തൂമഞ്ഞിൻ പുഞ്ചിരി തൂകി വന്നു മിന്നും പൊന്നോളി വെട്ടം എൻ്റെ ഉള്ളിൽ ആനന്ദമേകി ഉണ്ണീശോ നൽകി മുത്തം പുലരി താണുവിൽ കുളിരും മനവും ഇറയും കരളിൽ മൃദുവാം സ്നേഹം അരികിൽ ഈശോ അണയും നിമിഷം. ഹലോ ആഗ്നസ്, പാടിക്കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? നന്നായി പാടിയെന്ന് തോന്നുന്നു. നന്നായിട്ട് പാടിയോ? ആണോ? നമ്മുടെ ജഡ്ജസിന്റെ അടുത്തും ചോദിച്ചാലോ മോള് ഇപ്പൊ പാടിക്കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടെ? അച്ഛാ, ആഗ്നസ് നല്ല മിടുക്കിയായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. സംഗീതം പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. എത്ര കാലമായിട്ട്? ഓൺലൈനായിട്ട്. ഓൺലൈനായിട്ട്. കുറച്ച് നാളായോ പഠിച്ചു തുടങ്ങിയിട്ട്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള വോയിസ് ഉണ്ട്, പക്ഷെ താഴേക്ക് വരുമ്പോൾ കുറച്ചൊരു ശക്തി കുറവുണ്ട്. ബേസ് ആയതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ മീഡിയം വോയിസിൽ വരും. പക്ഷെ ഹൈ വോയിസ് നല്ല ശക്തിയുള്ള വോയിസാണ്, പവർഫുൾ വോയിസാണ്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു, അത് ഇനി കൂടുതൽ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശരിയായി വരും. കേട്ടോ? ധൈര്യമായിട്ടാണോ പാടിയത്? പേടിയുണ്ടായോ? ഇല്ല. ഇല്ല. എന്താ ഇനി ജീവിതത്തിലാവണമെന്ന് ആഗ്രഹം? നല്ല സിംഗറാവും. നല്ല സിംഗർ ആവണമെന്നാണ് ആഗ്രഹം. വെരി ഗുഡ്. അങ്ങനെ നല്ല സിംഗർ ആവട്ടെ. ഞങ്ങളെല്ലാവരും നല്ല ആശംസകൾ നേരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ് ആഗ്നസ്. താങ്ക് യു ഫാദർ. സിസ്ലി. ആഗ്നസ് കുട്ടി, ഹലോ. ഹലോ. കെ ജെ ആഗ്നസ് അല്ലേ? ഇതിനു മുമ്പ് ഞാൻ ഈ ഇനീഷ്യൽ എവിടെയാ കേട്ടിട്ടുള്ളതെന്നറിയോ? കെ ജെ യേശുദാസ്. അങ്ങനെ കെ ജെ ആഗ്നസ് കുട്ടി അതുപോലെ വലിയ അച്ഛൻ എപ്പോഴും പറയാറുള്ള പോലെ ഉയരങ്ങൾ കീഴടക്കുന്ന ഒരു ഗായികയായി മാറട്ടെ കേട്ടോ. മോളുടെ ഇന്നത്തെ സിംഗിങ്ങില് നല്ലൊരു മ്യൂസിക്കൽ സെൻസ്, ഒരു നോളജ് ഉള്ള ഒരാൾ ആണ് ആഗ്നസ് കുട്ടി. കാരണം നല്ലതായിട്ട് ശ്രുതിയിലൊക്കെ ലയിച്ച് മോള് പാടി. ഒരുപാട് ഹൈ പോർഷൻസ് ഒക്കെ നമുക്ക് പാടാൻ ബുദ്ധിമുട്ടുള്ളപോലെയൊക്കെ തോന്നിയില്ല. അവിടെയൊക്കെ നല്ല സ്വരമൊക്കെ നല്ല തുറന്ന് നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയത് മോളുടെ ഉള്ളില് എന്താ പറയാ, ഒരു യു സിങ് ഫ്രം വിത്തിൻ അങ്ങനെ തോന്നി. അതായത് നമുക്കിങ്ങനെ പഠിച്ച് പാടുമ്പോൾ ആ ടെക്നിക്കാലിറ്റീസ് ഒരുപാട് നോക്കാതെ മോൾ ഉള്ളിൽ നിന്ന് പാടിയ പോലെ എനിക്ക് തോന്നി. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അത് ഇറ്റ് ഷുഡ് കം. അപ്പം അങ്ങനെ വന്ന പോലെ തോന്നി കേട്ടോ. അങ്ങനെ ഒരു ബ്ലെസ്സിങ് മോൾക്കുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഏരിയാസ് നമുക്കൊന്ന് വർക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പാടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു. മനോജേട്ടാ. ആഗ്നസ്. ഹലോ. തൂമഞ്ഞിൻ പുഞ്ചിരി തൂകി വന്നു മിന്നും പൊന്നൊളി വെട്ടം എൻ്റെ ഉള്ളിൽ ആനന്ദമേകി. ഇതാണ് എനിക്ക് പറയാനുള്ളത് ആഗ്നസ് പാടിയതിനെ കുറിച്ച്. കാരണം മോള് നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തു ഈ പാട്ട്. പ്രത്യേകിച്ച് പല്ലവി ഒക്കെ നോക്കുകയാണെങ്കിൽ പല നോട്ടുകൾ വളരെ ഭംഗിയായിട്ട് ആ നോട്ട്സൊക്കെ ഹാൻഡിൽ ചെയ്തു. ഓരോ നോട്ടിൽ നിന്ന് അടുത്ത നോട്ടിലേക്ക് പോകുന്നത് അതത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു ഭാവിയിലത്തെ ഒരു ചിത്ര ചേച്ചിയോ അല്ലെങ്കിൽ ഒരു ശ്രേയ ഘോഷാലോ സുജി ചേച്ചിയോ അങ്ങനെയൊക്കെ ആയിത്തീരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ പാട്ടിൽ ഞാൻ വളരെ ലയിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കറക്ഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് കൂടുതലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു മെച്യൂരിറ്റി ഇൻ സിംഗിങ് അത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ. അപ്പം നല്ലൊരു സിംഗറായിട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനു ചേട്ടാ. മോളെ, അപ്പൊ നമുക്കിനി മാർക്കും കൂടെ ചോദിച്ചാലോ? ഓക്കെ. സിസ്ലി. ആഗ്നസ് കുട്ടി 8 മാർക്ക്. 8 on 10. മനോജ് സർ.
ആഗ്നസിന് എത്ര മാർക്കാണ് വേണ്ടത്? 10. 10 ഞാൻ എന്തായാലും തരും. പക്ഷെ ഇപ്പോ നമുക്കൊരു 8 മാർക്കിൽ നമുക്ക് കരാർ ഉറപ്പിക്കാം. ഓക്കെ അച്ഛാ 8 മാർക്ക്. അപ്പോ 3 പേരും ആഗ്നസിന് 8/10 ആണ് ഓരോരുത്തരും തന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തം മോൾക്ക് 24 മാർക്സ് ആണ് 30ൽ കിട്ടിയിരിക്കുന്നത്. 2 മാർക്കും കൂടെ തരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ മോൾക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോള് പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞു. എനിക്ക് പാടാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് വേണം. അപ്പോൾ പിന്നെ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും ചെയ്യണം. ഓക്കെ ശരി, താങ്ക് യു. അപ്പൊ ആഗ്നസ് ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് ഇന്ന് പറയൂ, മോൾക്ക് ഇത്രയും 24 കിട്ടി, ചിലപ്പോ 26ഉം കിട്ടുമായിരിക്കുമെന്ന് കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് വരും, പിന്നെ കാണാം കേട്ടോ. ശരി. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-ലെ രണ്ടാമത്തെ കുട്ടിയുടെ പെർഫോമൻസിന്റെ സമയമാണ്. നമുക്ക് വിളിക്കാം. ആൽഫിയ വി ജോസ്. ഹായ് കൂട്ടുകാരെ, ഞാൻ ആൽഫിയ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കൊമാടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ചാച്ചി അമ്മച്ചിയും 3 സഹോദരന്മാരുമാണ് എനിക്കുള്ളത്. ചങ്ങനാശ്ശേരി അതിരൂപത ആറാട്ടുവഴി സെന്റ് ജോസഫ് ഇടവക അംഗമാണ് ഞാൻ. ഞങ്ങൾ ഇടവകയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഗാനങ്ങൾ ആലപിച്ച് ഞങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഈ കുഞ്ഞിന് എല്ലാവിധ വിജയാശംസകളും ഞങ്ങളുടെ ഇടവകയുടെ പേരിൽ സ്നേഹപൂർവ്വം നേരുന്നു. 1.5 വയസ്സുള്ളപ്പോൾ മേലെ മാനത്തെ ഈശോയെ എന്ന ഗാനം ആദ്യമായി മൈക്കിലൂടെ പാടിയാണ് തന്റെ സംഗീത ജീവിതത്തിന് തുടക്കം കുറിച്ചത്. തുമ്പോളി മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. സ്കൂൾ മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ. ഇതെന്റെ മാനേജർ അച്ഛൻ ഫാദർ രഞ്ജിത്ത് മടക്കരമാണ്. ഈ സ്കൂളിലുള്ള എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഇവിടെ പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും പേരിൽ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാൻ ആൽഫിയായിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. LKG മുതലേ അവള് അടുത്ത് വന്നിരിക്കുമ്പോൾ മൂളിപ്പാട്ടും ചെറിയ സ്റ്റേജിലൊക്കെ ചെറിയ പാട്ടൊക്കെ പാടിയപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മിടുക്കിയാണ്. ഏത് പ്രോഗ്രാമിന് പോയാലും സമ്മാനം വാങ്ങിച്ചിട്ടാണ് വരുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ്. ഞങ്ങളുടെ ഫയർ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. ഞങ്ങൾ എന്നും ഇവളുടെ സ്വയം കേട്ടാണ് ഈ സ്കൂള് തുടങ്ങുന്നത് തന്നെ. സോ വി ആർ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ആലപ്പുഴയിലുള്ള ഹരീഷ് സാറിന്റെ ശിക്ഷണത്തിലാണ് ആൽഫിയ സംഗീതം അഭ്യസിക്കുന്നത്. ഇതിനെ സംഗീതം പഠിപ്പിക്കുന്ന ഹരീഷ് സാർ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-ൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശിഷ്യ ആൽഫിയയ്ക്ക് എല്ലാവിധ വിജയ ആശംസകൾ. ഈ കൊച്ചു കലാകാരിയെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-ലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഹലോ മോൾ, എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാന്ന് വിചാരിച്ചേ? എനിക്ക് ഈശോയുടെയും മാതാവിന്റെ പാട്ട് ഇഷ്ടമായതുകൊണ്ട്. ആണോ? മോൾ എപ്പോഴും പള്ളിയിൽ പാടാറുണ്ടോ? പാടാറുണ്ട്. അപ്പൊ ക്വയറിലുണ്ടോ? ക്വയറിലുണ്ട്. അപ്പൊ എത്ര നാളായിട്ട് മോള് പാടുന്നുണ്ട് പള്ളിയില്? 3 മുതൽ പാടുന്നുണ്ട്. ആണോ? 3ാം ക്ലാസ് മുതൽ? 3ാം ക്ലാസ്. ഓക്കേ. മോളെ പാട്ട് പഠിപ്പിച്ചു തന്നതാരാ? ഹരീഷ് സാറ് ഞാൻ പഠിച്ചിട്ട് കറക്ഷൻ ചെയ്തു തന്നു. ഓക്കെ. മോള് വല്ലാതെ പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഈ സാറിന്റെ അടുത്ത് തന്നെയാണോ? ഈ സാറിന്റെ അടുത്ത്. കുറെ നാളായോ? ഒരു 2 വർഷം ആവാറായി. ഓക്കെ. അങ്ങനെ കർണാട്ടിക് പഠിക്കുന്നുണ്ട് മോള്? പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പാട്ട് സെലക്ട് ചെയ്തതാരാ? അമ്മ സെലക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. മാതാവിന്റെ പാട്ടാണോ? മാതാവിന്റെ പാട്ട്. ആണോ? എനിക്ക് ഡ്രസ്സൊക്കെ കണ്ടപ്പോ തോന്നി. അപ്പോ മാതാവിന്റെ പാട്ട് പാടുമ്പോ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമായിട്ട് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഭംഗി മോള് പാടുന്ന പാട്ടിലും ഉണ്ടാവണം. ഓക്കെ. അപ്പൊ പാട്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
രസമായിരുന്നു മോള് പാടുന്നത് കേൾക്കാൻ. എത്ര ലയിച്ച പാടിയത്. റോസപ്പൂവേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ അങ്ങ് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു. മോൾ അത്ര മനസ്സിൽ ശരി എന്ത് മാതാവിനെ തന്നെ വിചാരിച്ച് നന്നായിട്ട് അങ്ങ് പാടിയോ? ശരിക്കും പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് അങ്ങ് പാടിയില്ലേ? ഓക്കെ. പോളച്ച അൽഫിയ മോൾ നന്നായി പാടി. നല്ല ശബ്ദം കേട്ടോ, നല്ല ശബ്ദം. പിന്നെ നല്ല എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് മോൾക്ക്. പ്രത്യേകിച്ച് ആ ഭാഗം പാടിയില്ലേ, വളരെ നല്ലൊരു ഫീല് ഉണ്ടായിരുന്നു അവിടെ സമയത്തൊക്കെ പാടിയപ്പോൾ. ബ്രീത്തിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഇപ്പോഴും? അത് മോള് പ്രാക്ടീസ് ചെയ്യണം. ഇനി പ്രാണായാമ പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ഒരു 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് മാറിക്കിട്ടും. പിന്നെ ഒരു ശ്വാസത്തിൽ എത്ര എണ്ണാൻ പറ്റും നോക്കണം, കൂടുതൽ എണ്ണം ഒറ്റ ശ്വാസത്തിൽ. അപ്പോൾ നമ്മുടെ ശ്വാസഗതി കുറച്ച് ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് പാട്ടിൽ ഉയരണമെങ്കിൽ നമുക്ക് ശ്വാസം നന്നായി വേണം, ബ്രീത്തിങ് കപ്പാസിറ്റി. അപ്പോൾ അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം നമുക്ക് അത്ര എളുപ്പമാവില്ല. അപ്പോൾ ഇപ്പം തന്നെ അത് വർക്കൗട്ട് ചെയ്യണം. ഡെയിലി 15 മിനിറ്റ് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പിന്നെ കുറച്ചും കൂടി നമുക്ക് ശക്തി കിട്ടും, കൂടുതൽ ശക്തി കിട്ടും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നല്ല ഉയരങ്ങളിലേക്ക് പോകട്ടെ. നല്ല ആശംസകൾ. താങ്ക് യു. സിസ്ലി. ആൽഫിയ എന്തോ? ആൽഫിയ നന്നായി പാടി. നല്ല വോയിസ്, അച്ഛൻ പറഞ്ഞ പോലെ നല്ല വോയിസ്. ഈ പ്രായത്തിൽ തന്നെ ഒരു മോഡുലേഷൻ ഒക്കെ ഉണ്ട് മോളുടെ സിംഗിങ്ങിൽ. നല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു, നല്ല എൻഡിങ് ആയിരുന്നു, ഇതെല്ലാം നന്നായിരുന്നു കേട്ടോ. നല്ല വോയിസ് ആണ്. എനിക്ക് ആകെ മോൾക്ക് തരാനുള്ള ടിപ്പ്, ഇച്ചിരിയും കൂടി ഒന്ന് റിലാക്സ് ചെയ്യാം. മോൾക്കൊരു നമ്മളൊരു യുദ്ധത്തിന് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ പാട്ടല്ലേ പാടുന്നത്, അപ്പോൾ ആ പാട്ട് പാടുമ്പം അത് മോള് റിലാക്സ്ഡ് ആയാൽ കേൾക്കുന്ന നമുക്കും കുറച്ചും കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ എനിക്ക് തോന്നിയുള്ളൂ. കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് പാടാൻ. ചിലപ്പോൾ ഈ ഒരു ശ്വാസത്തിന് ഒരു തടസ്സമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അടുത്ത പ്രാവശ്യം എല്ലാം ഓക്കെ ആയി നന്നായി പാടാൻ കഴിയട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോൾ. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ. ആൽഫിയ മോൾ എന്തോ? ആൽഫിയ മോള് പാടിയപ്പോൾ എനിക്ക് എന്ത് തോന്നിയെന്നറിയോ? ഈ പാട്ടിനോട് വളരെ അർത്ഥമുള്ള രീതിയിൽ പാടി. താങ്ക് യു. ഞാൻ കമൻസ് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. മോള് പാട്ട് പഠിക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞേ, പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഈ ഇടയ്ക്കിടയ്ക്കുള്ള പ്രാക്ടീസിന്റെ അപാകതകൾ ഈ പാട്ടിൽ ചെറുതായി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ അപാകതകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും അത് നന്നായിട്ട് വരും. ഓക്കെ. മോൾക്ക് നല്ല വോയിസ് ഉണ്ട്, നല്ല ഗെയിനുള്ള വോയിസാണ്. അത് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിനെങ്ങനെ തങ്കം പോലെ ആക്കണം, തങ്കം പോലെ തിളക്കണം. ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് ആ ഒരു പ്ലാൻസ് ഒക്കെ നാച്ചുറലായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒന്നുകൂടെ പോളിഷ് ചെയ്ത് ശ്രുതിയിൽ ആക്കണം. കുറച്ചൊക്കെ പ്ലാൻസ് ഒക്കെ നന്നായി വരുന്നുണ്ടെങ്കിലും ചില പ്ലാനുകൾ വേണ്ട ആ ഒരു ശ്രുതിയിൽ ടച്ച് ചെയ്യുന്നില്ല. ചിലതിങ്ങനെ ഫ്ലാറ്റ് ആവുന്നുണ്ട്. ചില ആ ഒരു ഗതി ആണ് ഞാൻ പറയുന്നത് പ്ലാൻസിൻ്റെ ഗമകങ്ങളുടെ. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഭംഗിയായിട്ട് എടുക്കണം. ഓക്കെ. പിന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യില്ലേ? ഇടയ്ക്കിടയ്ക്ക് അല്ലാതെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യില്ലേ? ഓക്കെ. നമ്മൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഓക്കെ. അപ്പം അത് നന്നായിട്ട് നമ്മൾ പരിപോഷിച്ചെടുക്കണം, ട്രെയിൻ ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ആൽഫിക്കുട്ടി, ഇനി നമുക്ക് മോളുടെ ഈ റോസാപ്പൂ എന്നുള്ള മാതാവിന്റെ പാട്ടിന് കിട്ടിയിരിക്കുന്ന മാർക്കാണ് അറിയേണ്ടത്. ചോദിക്കട്ടെ, ആദ്യം സിസ്ലി ചേച്ചിയുടെ അടുത്ത് ചോദിക്കട്ടെ. സിസ്ലി. ആൽഫിയ കുട്ടിക്ക് 7.5. താങ്ക് യു മാം. മനോജ് ചേട്ടാ. ഈ റോസാപ്പൂവിന് 7.5. താങ്ക് യു സർ. പോളച്ച. ആൽഫിയക്ക് 7.5. താങ്ക് യു സർ. അപ്പോ ആൽഫി 22.5 മാർക്സ് ആണ് 30ൽ കിട്ടിയിരിക്കുന്നത്. ഹാപ്പി? ഹാപ്പി. അപ്പോ എക്സ്ട്രാ 2 മാർക്കും കൂടെ തന്ന കുറച്ചും കൂടെ സന്തോഷാവില്ലേ? ഓക്കെ, എന്താ പറഞ്ഞോളൂ. എല്ലാവരും എൻ്റെ പാട്ട് മുഴുവനായി കാണണം, ലൈക്കും കമൻറ്റും ചെയ്യണം, ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ. അപ്പൊ മോള് പോയിട്ട് നന്നായിട്ട് പറഞ്ഞു തന്ന ടിപ്സ് ഒക്കെ വെച്ച് എക്സസൈസസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് വരണം കേട്ടോ. ബൈ. ഈ
എപ്പിസോഡിലെ അടുത്ത ഗാനം പാടാൻ വരുന്നത് നോക്കാം ആരാണെന്ന്. സഞ്ജയ് വി ഐസൺ. പാലാ രൂപതയിലെ അരുണാപുരം ഇടവകാംഗമാണ് സഞ്ജയ് വി ഐസൺ. ഹായ്, ഞാൻ സഞ്ജയ് വി ഐസൺ. എന്റെ വീട് പാലായിലാണ്. പാലാ രൂപതയിലെ സെന്റ് തോമസ് ചർച്ച് അരുണാപുരമാണ് എന്റെ ഇടവക. സംഗീത ജീവിതം ആരംഭിക്കുന്നത് 3-ാം വയസ്സിൽ. 4 വയസ്സുള്ളപ്പോൾ മുതൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. സി കേരളം, സാരെഗമപ മ്യൂസിക് റിയാലിറ്റി ഷോ, ഷാലോം ടിവിയിലെ ഹോളി ബീറ്റ് എന്നിവയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പയും അമ്മയും ചേച്ചിയും അനിയനും ഉണ്ട്. അവരെല്ലാവരും നന്നായിട്ട് പാട്ട് പാടുന്നവരാണ്. ഞങ്ങളുടെ പള്ളിയിൽ ക്വയർ ചെയ്യുന്നതും ഞങ്ങൾ തന്നെയാണ്. ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്ന് മ്യൂസിക്കിൽ ഡിസ്റ്റിങ്ഷനോടെ 5ാം ഗ്രേഡ് കരസ്ഥമാക്കിയ സഞ്ജയ് പാല ചാവറ CMI സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ് നന്നായിട്ട് പാട്ട് പാടുന്നവരായിരുന്നു. അതുവഴി അപ്പയും അമ്മയും പാട്ടിനോട് ഇൻട്രസ്റ്റും പാടാനും ഒക്കെ തുടങ്ങി. സംഗീതത്തോട് താല്പര്യമുള്ള മാതാപിതാക്കൾ ഈ മകന് പ്രോത്സാഹനമാണ്. ഈ കൊച്ചു കലാകാരനെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഹലോ. സ്കൂളിലത്തെ അറിയുന്ന ഒരു താരമാണോ സഞ്ജയ്? പാട്ടൊക്കെ പാടി ഷൈൻ ചെയ്ത് പാട്ട് പാടാറുണ്ട്. സ്കൂളിലെ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറില്ലേ? പിന്നെ ഏത് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്? ചാവറ CMI പബ്ലിക്. ഓക്കെ. അപ്പൊ അവിടെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം സ്കൂളിലുണ്ടാവും. അപ്പൊ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. കോമ്പറ്റീഷനൊക്കെ നന്നായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ മോൻ ആദ്യമായിട്ടാണോ? റിയാലിറ്റി ഷോ പങ്കെടുത്തിട്ടുണ്ട്. ഏത്? സി കേരളം സരിഗമപ്പയിലുണ്ടായിരുന്നു. ആഹാ, ഓക്കെ. അപ്പൊ നല്ലൊരു എക്സ്പോഷർ കിട്ടിയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോ കൂടുതൽ കുറച്ചും കൂടെ സന്തോഷത്തോടെ ഓടി എത്താലോ അല്ലേ? സന്തോഷമുണ്ട്. ഡിവോഷണൽ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. പള്ളിയിൽ പാടാറുണ്ടോ? പിന്നെ ഞാൻ വീട്ടിലെല്ലാരും പാടും. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കൊയറൊക്കെ ചെയ്യുന്നേ. ആഹാ, നിങ്ങൾ കുടുംബം മുഴുവൻ പാട്ടുകാരാണോ? ആരൊക്കെ? അച്ഛൻ, അമ്മ, പിന്നെ ആരൊക്കെ ഉണ്ട്? ചേച്ചി, അനിയനും. ആഹാ, എല്ലാരും. അപ്പൊ ആരാണ് ഏറ്റവും നന്നായിട്ട് പാടുന്നവര്? അപ്പ നന്നായിട്ട് പാടും. കോളേജിലൊക്കെ പാടുന്നു. ആഹാ, അപ്പൊ അപ്പയാണ് നിങ്ങളുടെ കൂടത്തെ ഏറ്റവും നല്ല ടോപ്പ് സിംഗർ. ഇന്നിപ്പോ പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? എന്മനോഫലകങ്ങളിൽ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. അതെ. ഓക്കെ. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് സഞ്ജയ്ക്ക് ഇന്നത്തെ ഈ ഒരു പാട്ട് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായി പാടുക, ഫുൾ മാർക്കും വാങ്ങണം കേട്ടല്ലോ. ഓക്കെ. മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ എരിതീച്ചെടിയാൽ വളരണമേ യഹോവേ. മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ എരിതീച്ചെടിയാൽ വളരണമേ യഹോവേ. മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ. യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ. മനസ്സിലെ മരുവിലും സമാഗമനകോ താരവുമായി നിൽപ്പു നിൻ മുന്നിൽ ഞാൻ. എന്റെ പാപമകറ്റണമേ. മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ
സഞ്ജയ്, എന്ത് ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് സഞ്ജയ് ഇപ്പൊ പാടിയത്? എത്ര ഫേമസ് ആയിട്ടുള്ള പാട്ട്, എല്ലാവർക്കും എന്ത് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. എന്തുകൊണ്ട് ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം? അപ്പയ്ക്ക് പണ്ടോട്ട് ഇഷ്ടമുള്ള പാട്ടായിരുന്നു. പിന്നെ ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പം ഇത് തന്നെ അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ കൊറേ ഷൈൻ ചെയ്തിട്ടുണ്ടാവും ഈ പാട്ടൊക്കെ പാടിയിട്ട്. പണ്ട് ചെയ്തിട്ടുണ്ട്. ആ കഥകളൊക്കെ മോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ശരി ശരി. അപ്പൊ പപ്പ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഓക്കെ, പപ്പയ്ക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നമുക്ക് ഇത് കഴിയുമ്പോ ചോദിക്കാം. എന്തായാലും മോൻ ഇപ്പൊ പാടിയത് നമ്മുടെ ജഡ്ജസിന് ഇഷ്ടമായോ എന്ന് നമുക്ക് ചോദിക്കാം ആദ്യം. ഓക്കെ, പോളച്ച. സഞ്ജയ് നന്നായി പാടിയത്. ലിമിറ്റേഷൻ ഉണ്ടെന്നറിയാം, ശബ്ദം മാറുന്ന സമയമാണെന്ന് അറിയാം. പക്ഷെ അത് വെച്ചുകൊണ്ട് പറ്റാവുന്നത്ര നന്നായി ആള് പാടാൻ നോക്കി. പ്രത്യേക അഭിനന്ദനങ്ങൾ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് തിരഞ്ഞെടുത്തത്. ഏതായാലും ഈ ശബ്ദം മാറുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അത് എത്രയും വേഗം ട്രാൻസിഷൻ, ഒരു മാറ്റത്തിന്റെ സമയമാണല്ലോ, എത്രയും വേഗം അത് മാറും നമുക്ക് പ്രത്യാശിച്ച് ഒരുപക്ഷെ അടുത്ത റൗണ്ടിലേക്ക് സഞ്ജയ് തിരിച്ചു വരുമ്പോഴേക്കും നല്ല വോയിസ് സെറ്റായി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല ആശംസകൾ കേട്ടോ. ഓൾ ദ ബെസ്റ്റ് സഞ്ജയ്. താങ്ക് യു ഫാദർ. സിസ്ലി. ഹായ് സഞ്ജയ്. ഹായ്. എന്ത് പറയാനാ, നമുക്ക് സഞ്ജയ് നന്നായി പാടുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ ഒരു ശബ്ദത്തിന്റെ ഒരു 10-ലാണല്ലേ, 10-ൽ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു ശബ്ദം മാറുന്ന ഒരു സമയമാണെന്ന്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്ക് പാടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ മോൻ ഈ ഒരു സ്റ്റേജിനെ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തെ കാണേണ്ടത്, മോൻ ഒരുപാട് ടിപ്സ് ഈ ഒരു സ്റ്റേജിൽ നിന്ന് കിട്ടും. അത് മോൻ്റെ ജീവിതത്തിൽ ഒരുപാട്, പ്രത്യേകിച്ച് മ്യൂസിക്കൽ കരിയറിന് മോനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ മോനെ ചിലപ്പോൾ മോൻ വിചാരിക്കുന്ന പോലെ പാടാൻ പറ്റില്ലായിരിക്കും, പക്ഷേ യു ഗെറ്റ് ലോഡ് ഓഫ് അതർ ടിപ്സ്. അപ്പം അത് നമുക്കൊരു കരുത്തായിട്ട് ഭാവിയിൽ അല്ലെങ്കിൽ അടുത്ത റൗണ്ട്സിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു. മനോജ് ചേട്ടാ. സഞ്ജയ് മോനെ, ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഇത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സോങ്ങാണ്. ഒരു എവർ ടൈം ഹിറ്റ് അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു സോങ്ങാണ്. ദാസേട്ടൻ്റെ ഒരു മാസ്മരിക ശബ്ദത്തിൽ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. അതായത് ഒരു ദാസേട്ടൻ, എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വോയിസ്, എനിക്കിഷ്ടമുള്ള ഒരു കാലഘട്ടമാണ്. ആളുടെ ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശബ്ദമുള്ളൊരു സമയത്ത് പാടിയിട്ടുള്ളൊരു പാട്ടാണത്. അപ്പം അത് മോനെടുത്ത് പാടിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ മോൻ ഒരു വിഷമം വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ മോൻ നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മോൻ്റെ ഈ ഒരു ശബ്ദം മാറുന്നൊരു സാഹചര്യം കൊണ്ടാണ് മോന് ശരിക്കും പാടാൻ സാധിക്കാത്തത് നമുക്ക് മനസ്സിലായി. അപ്പം അതിലൊരു വിഷമം വിചാരിക്കേണ്ട. ഓക്കെ, എന്തായാലും ഈ പാട്ട് സെലക്ട് ചെയ്തതിന് ഒത്തിരി നന്ദി. ഞങ്ങൾക്ക് ചെറുപ്പത്തിലൊക്കെ ഇത് റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒപ്പം ഇരുന്ന് പാടായിരുന്നു, അത്ര ഇഷ്ടം കൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പെർഫോം ചെയ്തു. എനിക്കതൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. ഇവരൊക്കെ ഓരോ ബിറ്റൊക്കെ വായിക്കുമ്പോൾ ഞാനും ബിറ്റിൻ്റെ ഒപ്പം ഇരുന്ന് ഞങ്ങൾ പാടായിരുന്നു. അത്രയും നൊസ്റ്റാൾജി ഉള്ളൊരു പാട്ടാണ് അത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. ഓൾസോ ഐ തിങ്ക് സഞ്ജയ് അത് ഗിവ് അപ്പ് ചെയ്യാതെ പാടി. ഞാൻ ഓർത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മോൻ അത് നിർത്തി കളയുമോ, പക്ഷെ അത് ഗിവ് അപ്പ് ചെയ്യാതെ അത് വളരെ ഡിറ്റർമിനേഷനോട് കൂടി പാടി. അപ്പൊ അതുകൊണ്ട് ഒരു ട്രിബ്യൂട്ടായിട്ട് ലെറ്റ്സ് സിംഗ് ദിസ് സോങ് മനോജ്. ഓക്കെ. മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതീ ചെടിയായി വളരേണമേയതോവേ. താങ്ക് യു ജഡ്ജസിനും താങ്ക് യു നമ്മുടെ ഗുഡ്നസ് ബാൻഡിനും. ബ്യൂട്ടിഫുൾ ആയിരുന്നു. സഞ്ജയ് എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു പ്രതീക്ഷ ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രതീക്ഷ വേണ്ടേ? എന്നാ ശരി, ഇത്ര നല്ല പാട്ടും കൊണ്ടൊക്കെ വന്ന സഞ്ജയ്ക്ക് പൊളച്ച എത്ര മാർക്കാണ്? സഞ്ജയുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് 7 മാർക്ക്. താങ്ക് യു.
7/10. മനോജ് ചേട്ടാ? മോന് ഇനിയും നന്നായിട്ട് പാടണം. പിന്നെ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മോന് 7/10. താങ്ക് യു. സിസ്ലി? സഞ്ജയ് ഗിവ് അപ്പ് ചെയ്യാതെ വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് പാടിയതുകൊണ്ട് 7 മാർക്സ്. താങ്ക് യു മാം. ഓക്കെ, അപ്പം സഞ്ജയുടെ ഈ ഒരു ഗാനത്തിന് ലഭിച്ചിരിക്കുന്നത് 21 മാർക്സ് ആണ് 30-ല്. ഓക്കെ, അപ്പൊ ഗ്രേസ് മാർക്കിന്റെ കാര്യം കൂടെ സഞ്ജയ്ക്ക് അറിയാലോ? അറിയാം. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു. എൻ്റെ ഈ പാട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അതേപോലെ വ്യൂവേഴ്സിന്റെ അടുത്ത് മാത്രമല്ല, സഞ്ജയ് ഫാമിലിയിലും ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ മാക്സിമം പറഞ്ഞത് ഷെയർ ചെയ്യാം. അങ്ങനെ ഗ്രേസ് മാർക്ക് ആയിട്ടുള്ള 2 മാർക്സും വാങ്ങിക്കാൻ നോക്കണം കേട്ടോ. അപ്പൊ ശരി സഞ്ജയ്, പോയിട്ട് വരും, നമുക്ക് കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിൽ 4 ഗാനങ്ങൾ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ 4ാമത്തെ ഗാനം നമുക്ക് പാടാൻ പോകുന്നത് ആരാണെന്ന് ഇനി നോക്കാം. എവലറ്റ് സെലിൻ ബ്രൈൻ കുഞ്ഞായിരുന്നപ്പോൾ പള്ളിയിൽ കുർബാന പാട്ടുകൾക്ക് താളം പിടിച്ചിരുന്ന കുട്ടി. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സബ് ജില്ലാ ഫെറോന മത്സരങ്ങളിൽ പാടി കഴിവ് തെളിയിച്ച കലാകാരി. വിശ്വംശരിക്കട്ടെ. എൻ്റെ പേര് എവലറ്റ് സെലിൻ ബ്രൈൻ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ MTSS KJ UP സ്കൂൾ മഞ്ഞാടിയിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടില് ഗ്രാൻഡ് മദറും പപ്പ, അമ്മ, പിന്നെ എനിക്ക് 2 അനിയന്മാരും ഉണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നുള്ള എവലറ്റ് സെലിൻ വീട്ടിലും നാട്ടിലും താരമാണ്. 2 വർഷങ്ങളായി KS മനോജ് കുമാർ സാറിന്റെ ശിക്ഷണത്തിൽ സംഗീതം പഠിക്കുന്ന എവലറ്റിന് പ്രോത്സാഹനമായി കുടുംബവും പള്ളിക്കൊയറും ഒപ്പമുണ്ട്. സ്തുതിയായിരിക്കട്ടെ. സെന്റ് ആന്റണീസ് മുത്തൂർ തിരുവല്ല ഇടവകയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ എവലറ്റ് ഗുഡ്നസ് TVയുടെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 പങ്കെടുക്കുന്നു. ഇടവകയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഒരു മകളാണ്. കായിക സംഘത്തിലൊക്കെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. സൺഡേ സ്കൂൾ കലോത്സവങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഒരു മകളാണ്. അവൾക്ക് ഈ TV പ്രോഗ്രാമിൽ ഒരു അവസരം ലഭിച്ചതിലുള്ള സന്തോഷമുണ്ട്. ഒപ്പം തന്നെ അവൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഈശോ അവൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്നും വിജയം നേടാൻ സാധിക്കട്ടെ എന്നും പ്രത്യേകമായിട്ട് ഇടവകയുടെ പേരിൽ ആശംസകൾ നേരുന്നു. സംഗീതത്തിന്റെ ഈ കൊച്ചു പ്രതിഭയ്ക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 സ്വാഗതം. തിരുവല്ലയിൽ നിന്നുകൊണ്ട് മോള് വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെ ചെയ്യാം, ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളൊരു ഫോൺ വരുന്നത്? അതെ, എൻ്റെ അമ്മയുടെ ചേച്ചി അമ്മയ്ക്ക് അവരുടെ പള്ളിയിൽ നിന്ന് കണ്ട് അറിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അത് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു അവസരം ഉണ്ട്, നമുക്ക് പോയി പാടാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ മോളുടെ ഫസ്റ്റ് റിപ്ലൈ എന്തായിരുന്നു? എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പാടാനും. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു, പാടാമെന്ന് പറഞ്ഞു. അതിന് വേണ്ട ഹാർഡ് വർക്കും എല്ലാം മോള് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഏത് പാട്ടാ പാടാൻ പോണത്? മരിയൻ റൗണ്ട്. ഓക്കെ, മാതാവിന്റെ മനോഹരമായ ഒരു ഗാനം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ 4ാമത്തെ പാട്ടാണിത്. നല്ല രീതിയിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നല്ല ഭംഗിയായിട്ട് മാതാവിന്റെ പാട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ചോദിച്ചാലോ? പോളച്ച, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. നന്നായി പാടി. നല്ല ശബ്ദമുണ്ട് മോൾക്ക്. ശബ്ദം എവിടുന്ന് കിട്ടുന്നതാ? ദൈവത്തിന്റെ ഒരു ദാനമാണ് അല്ലേ? വലിയൊരു ദാനമാണ് ശബ്ദം എന്ന് പറയുന്നത്. കുറച്ചും കൂടിയും അക്ഷരങ്ങളൊക്കെ കുറച്ചും കൂടി ശക്തമായിട്ട് പറയാൻ പറ്റും. എബിലിറ്റി പറയുന്നുണ്ട്, എന്നാലും കുറച്ചും കൂടി അതിലേക്ക് ഒരു ലൈഫ് കൊടുക്കാൻ പറ്റിയത് നല്ലതായിരിക്കും. നല്ല നല്ല ഭാവിയുള്ള സിംഗറാണ്. നന്നായി പാടി. പാട്ടിന്റെ ഒരു ഇമോഷൻ കുറേ കൂടി നന്നായിട്ട് കൊണ്ടുവന്നു. ഓൾ ദ ബെസ്റ്റ്. നല്ല ഉയരങ്ങളിലേക്ക് പോകട്ടെ. നല്ല ആശംസകൾ. താങ്ക് യു. സിസ്ലി, എവ്ലെറ്റ് നന്നായിട്ട് പാടി കേട്ടോ. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിംഗറാണ് എവ്ലെറ്റ്. ഈ പാട്ട് മരിയൻ റൗണ്ടിലാകുമ്പോൾ മാതാവിന്റെ പാട്ടാണ്. ഇതിൽ തുടർച്ചയായിട്ട് കേൾക്കുന്ന ഒരു ലൈൻ ഏതാ? ഇതാ നിന്റെ അമ്മ. അതെ. ഇതെവിടെയാണ് ബൈബിളില് പറഞ്ഞിരിക്കുന്നത് മോൾക്ക് ഓർമ്മയുണ്ടോ? ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് ഈശോ പറഞ്ഞ എവിടെ വെച്ചായിരിക്കും? ഓർമ്മയുണ്ടോ? ഈശോയുടെ കുരിശ്. ഗുഡ്. ഈശോ കുരിശ് കിടന്നുകൊണ്ടുള്ള ലാസ്റ്റ് വേർഡ്സ് ആയിരുന്നു. അങ്ങനെയാണ് നമുക്ക് പരിശുദ്ധ അമ്മേനെ ഈശോ നമുക്ക് തന്നു. പരിശുദ്ധ അമ്മയിലൂടെയാണ് നമ്മൾ ഈശോയിലോട്ട് മാധ്യസ്ഥം ചോദിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പാട്ടും അങ്ങനെ ഒരു പ്രാർത്ഥനയായിട്ട് മാറി. മോളുടെ ശബ്ദത്തിൽ വളരെ നന്നായിട്ട് മോള് പാടി കേട്ടോ. മോള് ക്വയറിലൊക്കെ പാടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. എത്ര നാളായി പാടുന്നു? കൊച്ചിലെ മോള് പാടുന്നുണ്ടോ? 4ാം ക്ലാസ് മുതൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോണം കേട്ടോ, നിർത്തരുത്. 10ാം ക്ലാസ് വരും, ഇനി 12 വരും, പിന്നെ കോളേജ് വരും, പിന്നെ പഠിത്തമാവും, പിന്നെ ജോലിയാവും. പക്ഷെ ഏത് മേഖലയിൽ ഇരുന്നാലും നമ്മളത് കൈവിടാതെ. പല ആൾക്കാരും പറയാറുണ്ട് പള്ളിയിലാണ് എൻ്റെ തുടക്കം. പക്ഷെ തുടക്കവും ഒടുക്കവും നമുക്ക് പള്ളിയിൽ തന്നെ ആവണം. ബിക്കോസ് അതാണ് നമുക്ക് ക്വയറിലൂടെയാണ് നമുക്ക്. ഇപ്പം നമ്മുടെ വിധവയുടെ പാരബിള് കേട്ടിട്ടില്ലേ, ഉപമ കേട്ടിട്ടില്ലേ? വിധവ എല്ലാം ഉണ്ടായിരുന്ന എല്ലാം കൊടുത്തു ഈശോയ്ക്ക്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ സമൃദ്ധിയിൽ നിന്ന് കുറച്ചാണ് കൊടുത്തത്. പക്ഷെ വിധവ ഉണ്ടായിരുന്ന എല്ലാം. അപ്പം നമുക്ക് ഈശോ കുറച്ചാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഉള്ളത് മുഴുവൻ ഈശോയ്ക്ക്. അപ്പം നമ്മൾ പള്ളിയിൽ പാടുമ്പോൾ നമ്മൾ ഉള്ളതെല്ലാം ഈശോ നമുക്ക് തന്നിരിക്കുന്ന ആ ടാലൻറ്റ് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു, നമുക്ക് ഈ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന കുറേ കാര്യങ്ങളുടെ ഒരു പൂർത്തീകരണം നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ദേവാലയ സംഗീതം. അപ്പം അതൊരിക്കലും കളയരുത്, കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. മോള് നന്നായിട്ട് പാടി. ഈ പാട്ടിന്റെ ഫീൽ ഉൾക്കൊണ്ട് തന്നെ പാടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ. എവ്ലെറ്റ് എന്തോ നല്ല പേരാട്ടോ. നല്ല ഒരു സ്റ്റൈലിഷ് പേര് അല്ലേ? മോള് നന്നായി പാടി. മോൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. നല്ല ഒരു ഫീലായിരുന്നു, മനസ്സിലായോ? പിന്നെ നല്ല ശബ്ദമുണ്ട്. നല്ല ഫീല്, നല്ല ശബ്ദം. പിന്നെ എനിക്ക് തോന്നിയത് വളരെ ടെൻഷനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് വളരെ പ്ലസൻ്റ് ആയിട്ടാണ് മോളിത് പാടിയത്. മോള് ദിവസം പ്രാക്ടീസ് ചെയ്യാറുണ്ടോ പാട്ടൊക്കെ? എന്ത് കേട്ടില്ലോ? അത് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസാണ് നമുക്ക് ശരിയാവാത്തത്. കാരണം ദൈവം ചിലവർക്ക് ചില ടാലൻസ് കൊടുക്കും. ഇപ്പോൾ മോൾക്ക് തന്നിട്ടുള്ള എന്താ വെച്ചാൽ നല്ല ശബ്ദം തന്നിട്ടുണ്ട്. നല്ല പിച്ചിൽ പാടാനുള്ള ഒരു അനുഗ്രഹം മോൾക്ക് തന്നിട്ടുണ്ട്. നല്ല ഫീലില് പാടാനായിട്ടുള്ളത്. പാട്ട് പഠിക്കുന്നില്ലേ? അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. സരള പരിചകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ കർണാട്ടിക്കില്. അപ്പം അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പാടാൻ പറ്റും ഒന്ന് ഓർത്ത് നോക്കിണ്ടോ? നന്നായി പാടാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പലർക്കും ഈ ഒരു പ്രായത്തിൽ നമുക്ക് പല കഴിവുകൾ നമുക്ക് തന്നിട്ടുള്ളത്. ചിലവർക്ക് എല്ലാം കൊടുക്കില്ല ദൈവം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ചിലത് കൊടുക്കും. ഇപ്പോൾ ഈ പാട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ മോൾക്ക് നല്ലൊരു വോയിസ് തന്നിട്ടുണ്ട്. നല്ല ഫീലോടുകൂടി പാടാനുള്ള അനുഗ്രഹം തന്നിട്ടുണ്ട്. നല്ല ശ്രുതിയിൽ പാടുന്നുണ്ട്. നല്ല വോയിസാണ്. അപ്പം ഇതൊക്കെ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. പിന്നെ ഇതിനെ പരിപോഷിപ്പിച്ചെടുക്കണം നമ്മൾ. അപ്പം അതിന് ഈ അച്ഛൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ചില ഏരിയാസ്, ബ്രെത്ത് കൺട്രോള്, അപ്പം അങ്ങനെ കുറേ ഏരിയാസ് നമ്മൾ സ്വയം കണ്ടുപിടിച്ച് അതിനൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. ചില ടിപ്സൊക്കെ പറഞ്ഞു തരുന്നത് ആ ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പം അങ്ങനെ ഒരു നമുക്ക് നമ്മുടെ കുറവുകൾ നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ യു വിൽ ബി എ പെർഫെക്റ്റ് സിംഗർ. അപ്പോൾ ആ ഒരു സമയത്ത് അതൊക്കെ ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, മോൾക്ക് നല്ല ഭാവിയുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. സന്തോഷായോ? സന്തോഷമായി. വരും. എന്നാ ഇപ്പത്തെ മാർക്ക് ചോദിക്കാം നമുക്ക്. ഓക്കെ സിസ്ലി? അപ്പോൾ മോൾക്ക് 7.5. താങ്ക് യു. മനോജ് ചേട്ടാ? ഞാനും 7.5. താങ്ക് യു സർ. പോളച്ച? എവലറ്റിന് 8. താങ്ക് യു സർ. അപ്പം 23 മാർക്സ് ആണ് മോൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പിയാണോ? ഹാപ്പിയാ. വളരെ 23 on 30. അപ്പോ ഇനി നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ നിന്നും ഗ്രേസ് മാർക്ക് ഒന്നെങ്കിൽ 1 മാർക്ക് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 2 മാർക്സ് ആയിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് മോളുടെ വീഡിയോ എത്ര പേര് കണ്ടു എന്നതനുസരിച്ച്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചോദിക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവൻ കാണണം. പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ തീർച്ചയായിട്ടും കാണും. ഉറപ്പല്ലേ? ഉറപ്പ്. യെസ് മോളെ, കാണാം കേട്ടോ. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും എല്ലാവരുടെ അടുത്തും ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് ബൈ ബൈ പറയണു. See you again next week same time. Bye bye. സെറീലിയ അതിഗംഭീരായിട്ട് പാടി പാട്ട്. താങ്ക് യു. നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. സേവകന്മാർ പാഞ്ഞു വന്നൊരു ദൂതുമായപ്പോൾ വൈകിയല്ലോ നിന്മകൾ പരലോകം പോകി. ബ്യൂട്ടിഫുൾ ആയിരുന്നു ആൻഡ് നൈസ് സെലക്ഷൻ. എന്തായാലും മോൻ്റെ മാഷിനൊരു പ്രത്യേക കൺഗ്രാജുലേഷൻ. നല്ല ശബ്ദം, നല്ലൊരു പ്രൊഫഷണൽ സ്റ്റൈലിൽ പാടി. പേടി കുറച്ചുണ്ടായോ ഇടയ്ക്ക്? സ്വരമായുയരുന്ന തിന്മയുടെ കളയതു കളയുക